നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇൻകം ടാക്സ് സ്ലാബുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കാനുള്ള ഒരു ബിസി ആയിട്ട് നടക്കുകയായിരിക്കും. കാരണം എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ തുടങ്ങിയിട്ട് മാർച്ച് വരെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസംബറായി. അപ്പോൾ എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ HR എന്നൊക്കെ മെയിൽ വന്നിട്ടുണ്ടാവും ഇൻകം ടാക്സ് ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ തരാനായിട്ട്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് ലയബിലിറ്റി ആണെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഇൻകം എത്ര കിട്ടണം, ഏതാണ് സ്ലാബ് അനുസരിച്ചിട്ട് ഓരോ ഇൻകം ടാക്സിൻ്റെ പേഴ്സൻറ്റേജ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇത് എസ്പെഷ്യലി ആദ്യമായിട്ട് എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ NREസിന് എപ്പോഴും അവർക്കൊരു ഡൗട്ടുണ്ട്, എന്താണ് എൻ്റെ ഇൻകം ടാക്സ് സ്ലാബ്, എത്രയാണ് ഞാൻ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പ്രതിപാദിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇൻകം ടാക്സ് സ്ലാബുകൾ ഏതാണ്, ഓരോ ഇൻകം ടാക്സ് സ്ലാബിനും എത്രയാണ് നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കാനുണ്ട്, എത്ര പെർസെൻറ്റേജ് കൊടുക്കാനായിട്ടുള്ള ലയബിലിറ്റി ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, വളരെ പ്ലെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ ഇതിനെ തരംതിരിക്കുക. ഒന്ന്, ഇപ്പോൾ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, അത് ഇൻഡിവിജ്വൽസ് ആയാലും HUFൻ്റെ ആയാലും ആ സെയിം ഇൻകം ടാക്സ് സ്ലാബും പെർസെൻറ്റേജും ആയിട്ടാണ് പോകുന്നത്. ഇനി 60-നും 80-നും ഇടയിലുള്ള ആളുകളുടെ എത്രയാണ് ടാക്സ് സ്ലാബ് വരുന്നത് എന്നുള്ളത്. ഇനി വരുന്നത് 80-ന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസനും അവരുടെ ഇൻകം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇൻകം ടാക്സിൻ്റെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ ഇൻകത്തിനും എല്ലാ ഇൻഡിവിജ്വൽസും ഇൻകം ടാക്സ് കൊടുക്കാനായിട്ട് ലയബിളായിരിക്കും. അതേപോലെ തന്നെ ഇൻകം ടാക്സിൽ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇൻകം എത്രയാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇൻകത്തിൽ നിന്ന് ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മണി നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റും. അത് ഈ വീഡിയോയിൽ പറയുന്നില്ല, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണെന്നുള്ളതിനെ പറ്റിയിട്ട്, IT സ്ലാബ്, ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണെന്നുള്ളത് നമ്മൾ പറയും. പിന്നെ ഓരോ ഇൻകം ടാക്സിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ 60 വയസ്സിന് ബിലോ പ്ലസ് HUFൻ്റെ ഒരിത്, പിന്നെ 60-നും 80-നും ഇടയിൽ ഒരിത്, 80-ന് മുകളിലുള്ളത് ഒരു കാറ്റഗറി. അപ്പോൾ ഇൻകം ടാക്സ് സ്ലാബ് ഫസ്റ്റ് പറഞ്ഞാൽ 0 തുടങ്ങിയിട്ട് 2.5 ലക്ഷം വരെ, 0 to 2.5 ലാക്ക് വരെ നമുക്ക് ഒരാൾക്കും ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ഒരു ഫസ്റ്റ് കേസ് പറഞ്ഞാൽ. ഇനി അടുത്ത വരണം വെച്ചാൽ 0 to പിന്നെ ഇതേപോലെ തന്നെ ഈ കാറ്റഗറിയിലെ ആൾക്കാർക്ക് 0 to 3 ലാക്ക് വരെ അവർ ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടുത്തെ കേസ് പറഞ്ഞാൽ 0 to 5 ലാക്ക് വരെ ഈ കാറ്റഗറി ആൾക്കാർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത കാറ്റഗറി പറഞ്ഞാൽ 2.5 ലാക്ക് ടു 5 ലാക്ക്. ഈ കാറ്റഗറി ആളുകൾക്ക് നമ്മൾ ഇവിടെ 5% കൊടുത്താൽ മതി. അപ്പോൾ 3 ലാക്കിന് മുകളിലുള്ളതിന് 5% കൊടുത്താൽ മതി. ഇവിടെ 80 എബോ അവർക്ക് 5 ലാക്കിന് താഴെ വരെ ഇൻകം ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി 5 ലാക്ക് ടു 10 ലാക്ക് ആ കാറ്റഗറി ഓഫ് ആളുകൾക്ക് 20% ഇൻകം ടാക്സ് കൊടുക്കണം. എത്രയാണോ 5 ലാക്കിന് മുകളിലുള്ളത് അതിന് 20% ഇൻകം ടാക്സ് കൊടുക്കണം. ഇനി 10 ലാക്ക് പ്ലസ് അവർക്ക് എത്രയാണോ 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഇൻകം അതിന് നമ്മൾ 30% ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. ആദ്യം പറഞ്ഞത് ഈ റേഞ്ചിൽ എത്രയാണെന്നുള്ളത്, ഇതാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഒരു ഇൻ്ററിം ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലി ഒരു റിബേറ്റ് കൊണ്ടുവന്ന് ഇൻകം ടാക്സിൻ്റെ ആൾക്കാർക്ക്. അപ്പോൾ ആരുടെയൊക്കെയാണോ, ഇത് മാത്രമല്ല ആരുടെയൊക്കെയാണോ 5 ലാക്കിന് താഴെ ഇൻകം ഉള്ളവർക്ക് ആളുകൾ അവർക്ക് ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻകം 5 ലാക്കിന് താഴെയാണെങ്കിൽ ഈ 5% നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 5 ലാക്കിന് മുകളിലാണെങ്കിൽ എത്രയാണോ 5%-ന് മുകളിൽ വരുന്നത് അതിന് 20% കൊടുക്കുകയും വേണം. ഈ 5% കൂടി കൂട്ടി കൊടുക്കണം. ഈ പറഞ്ഞ റേഞ്ചിൽ വരുന്ന എന്ന് വെച്ചാൽ 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെയുള്ള ഇതിന് 12,500 രൂപ വരും 5% പറഞ്ഞാൽ. അതേ പ്ലസ് എത്രയാണോ 5 ലാക്കിന് മുകളിൽ വരുന്നത് അതും കൂടിയും കൂട്ടി കൊടുക്കണം. അപ്പോൾ ഒരു സൂത്രപ്പണി ചെയ്താൽ ഒരു 5 ലാക്കിന് അടുത്താണ് നമ്മുടെ 5 ലാക്കിന് തൊട്ട് മുകളിലാണ് നമ്മുടെ ഇൻകം വരുന്നതായിരിക്കും. നിർബന്ധമായിട്ടും ടാക്സ് പ്ലാനിങ് ചെയ്താൽ മതി. അപ്പോൾ ഇവൻ കൂടുതൽ ഇൻകം ഉള്ളവർക്ക് ഡെഫിനറ്റായിട്ട് ടാക്സ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളുടെ ഇൻകം
ഒരു 7 ലക്ഷമാണ് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ 5 ലാഖിന് താഴെയായിട്ട് ടാക്സബിൾ ഇൻകം വരുത്താനായിട്ട് പറ്റും. ഒന്ന് അദ്ദേഹം ഒരു ATC ബെനിഫിറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ മതി. ഇൻഷുറൻസ് ആവാം, പ്രത്യേകം മ്യൂച്വൽ ഫണ്ട്സ് ആവാം, അല്ലെങ്കിൽ പ്രോവിഡൻറ്റ് ഫണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കുന്ന പ്രിൻസിപ്പൾ ആവാം. അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ഉണ്ട്. അതിന് ഗവൺമെൻറ് ഇൻകം ടാക്സ് ഡിഡക്ഷൻ അനുവദിച്ചിട്ടുണ്ട്. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം. അതൊരു പ്ലെയിനായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 വരെ നമുക്ക് അതിൽ നിന്ന് കൂടിയും എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ലയബിലിറ്റി നമുക്ക് ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇതാണ് പ്ലെയിനായിട്ടുള്ളത്. പക്ഷേ ആർക്കൊക്കെയാണ് ഇൻകം 2.5 ലാഖിന് മുകളിലുള്ളവർ, അവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് റെസ്പോൺസിബിളാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇവൻ ഇൻകം ടാക്സ് ഇല്ലെങ്കിലും ഇതാണ് ഇൻകം, ഇത്രയേ ഉള്ളൂ, അതിൻ്റെ പേരിൽ എന്ന് പറയാം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഫയൽ നിർബന്ധമായിട്ട് ചെയ്യണം. പക്ഷേ ഈ ടൈപ്പാണ് നമ്മുടെ ഇൻകം വരുന്നത്. ഈ സ്ലാബിൽ നമ്മൾ കൊടുക്കണം. ഈ എത്രയാണോ ഇൻകം ടാക്സ് അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സെസ്സും കൂടി കൂട്ടി വേണം നമ്മൾ ഇൻകം ടാക്സ് നമ്മുടെ കൊടുക്കാനുള്ള ലയബിലിറ്റി. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഒക്കെ ആണെങ്കിൽ എല്ലാവരും TDS പിടിച്ചിട്ടായിരിക്കും തരുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ റെസ്പോൺസിബിളാണ്. ഇതാണ് മെയിനായിട്ട് ഇൻകം ടാക്സ് സ്ലാബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതുമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് കോളത്തിൽ ചോദിക്കുക. ഇനി ടാക്സ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഇനി അതല്ല നല്ല രീതിയിൽ ടാക്സ് പ്ലാനിങ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ ടീമിനെ വിളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ടു ഹെൽപ്പ് യു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.